അപ്പോൾ EVC ആക്കാൻ വേണ്ടിയിട്ട് മെയിൽ വഴി ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതുവഴി കയറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴി കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് BRPയോ അല്ലെങ്കിൽ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോ. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനൊരു പേജാണ് വരിക. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ BRP എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അടുത്തത് നമ്മുടെ കയ്യിൽ BRP കയ്യിലുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടെന്ന് കൊടുക്കുക. വാലിഡ് നമ്മുടെ BRP വാലിഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. വാലിഡ് ആണെന്നുണ്ടെങ്കിൽ വാലിഡ് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഈ ഒരു വെബ്സൈറ്റിൽ. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം നമുക്കാണെങ്കിൽ നമ്മുടെ ഇത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ സമ്മൺ എൽസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ പാസ്പോർട്ടിലും BRPയിലൊക്കെ എങ്ങനെയാണോ അങ്ങനെ തന്നെ എക്സാക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. സർനെയിമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാഷണാലിറ്റി കൊടുക്കാനുള്ള പേജാണിത്. അപ്പോൾ പാസ്പോർട്ടാണോ BRP ആണോ യൂസ് ചെയ്യുന്നതെന്നാണ്. ഞാൻ BRP വെച്ചിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ BRP ഡീറ്റെയിൽസാണ് ഈ പേജിൽ കൊടുക്കേണ്ടത്. BRP നമ്പർ. അപ്പോൾ BRP നമ്പർ അടിക്കുമ്പോൾ അതിൽ ഓയും 0യും മാറാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക. എൻ്റർ തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റെന്ന് കാണിക്കും. പിന്നെ എക്സ്പയറി ഡേറ്റും അതിൽ തന്നെ കാണും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുമ്പോൾ അതിലേക്ക് OTPയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇമെയിൽ ID മൊബൈൽ നമ്പറും കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഇമെയിൽ IDയും ഓപ്പൺ ആക്കാൻ പറ്റിയ ഇമെയിൽ IDയും കൊടുക്കുക, മൊബൈൽ നമ്പറും കൊടുക്കുക ഈ പേജിൽ. അപ്പോൾ ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ട് ഇമെയിൽ IDയിലേക്ക്. അപ്പോൾ അത് ഞാൻ എൻ്റർ ചെയ്യാണ്. അത് ഓപ്പൺ ചെയ്യുന്ന കാണിക്കുള്ള പ്രൈവസി ഇഷ്യൂ കാരണം. അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുക. ആ ഫോൺ നമ്പറിലേക്ക് OTP വരും. ആ OTPയും എൻ്റർ ചെയ്ത് കൊടുക്കണം ഇതിന് ശേഷം. അപ്പോൾ ഞാൻ OTP എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ വേറെ ആർക്കെങ്കിലും നമ്മുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തു. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാം ഡീറ്റെയിലും കറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ എൻ്റർ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യാനായിട്ട് നമ്മുടെ നേരത്തെ കൊടുത്ത BRP നമ്പറും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഏത് ഡോക്യുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണോ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് അതേ ഇത് തന്നെ കൊടുക്കുക. ഞാൻ BRP വെച്ചിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ BRPയുടെ ഇത് കൊടുത്തു. അപ്പോൾ ഇനി ഈ പേജിൽ BRP നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ BRP നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ മൊബൈൽ നമ്പറിലേക്കാണോ മെയിലിലേക്കാണോ OTP ഉണ്ടെന്ന് ചോദിക്കുക. അപ്പം ഞാൻ മൊബൈൽ നമ്പറാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് OTP വന്നു. അപ്പോൾ OTP എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി. അപ്പോൾ ഇനിയാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ എന്തായാലും NFC ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഫോൺ വേണം. അതായത് iPhone 7+ തുടങ്ങി മുകളിലേക്ക് എല്ലാത്തിലും NFC ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഫോൺസിലെല്ലാം ഉണ്ട്. ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഫോണാണെങ്കിൽ NFC ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫോണാണെന്നുണ്ടെങ്കിൽ yes കൊടുക്കുന്നു. അപ്പോൾ അതുവഴിയാണ് ഇനി നേരെ അക്കൗണ്ട് കണക്ട് ചെയ്യുന്നത്. ഇനി ഫോണിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഈ ബാർകോഡ് സ്കാൻ ചെയ്യണം ഫോൺ വഴി. അതിന് വേണ്ടിയിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് പ്ലേ സ്റ്റോറിലോ iPhone സ്റ്റോറിലോ കാണും. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ QR കോഡ് കൊടുത്തിട്ട് ഇതേപോലെ നേരെ മറ്റേ PCയിൽ ഓപ്പൺ ആയിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് നേരെ ഇങ്ങനെ പോകും. അപ്പോൾ ആ നമ്പറിലേക്ക് നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP ചെല്ലും. അപ്പോൾ ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഫോണാണെങ്കിൽ കുഴപ്പമില്ല, അതിൽ ചെയ്താലും പ്രോബ്ലം ഉള്ള കാര്യമല്ല. ആ OTP കറക്റ്റായിട്ട് നമ്മുടെ ഫോണിൽ വന്നത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ BRP ഒക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയാണ് NFC ഉള്ള ഫോൺ വേണമെന്ന് പറയുന്നത്. അതിലൊരു ചിപ്പ് ഉണ്ട്, അത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് NFC ഉള്ള ഫോൺ വേണ്ടത്. അപ്പോൾ ഞാൻ BRP ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ BRP കൊടുക്കുകയാണ്. പാസ്പോർട്ടാണ് കൊടുത്തിരുന്നെങ്കിൽ ആ പാസ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇനിയാണ് സ്കാൻ ചെയ്യേണ്ടത്. BRP ഒരു ക്ലിയർ ആയിട്ടുള്ള നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വെച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ സ്കാൻ ചെയ്യുക ഫോൺ വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം സ്കാൻ ആവണമെന്നില്ല, കാരണം ഇതിൻ്റെ ആ ചിപ്പ് കറക്റ്റായിട്ട് എവിടെയാണോ അത് ഡിറ്റക്റ്റ് ചെയ്യണം ഫോൺ വെച്ചിട്ട്. അത് കറക്റ്റായിട്ട് 2-3 ടൈമൊക്കെ ചെയ്താലാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 2-3 ടൈംസ് ചെയ്ത് നോക്കിയിട്ടും കിട്ടാത്തവരുണ്ട്. വീണ്ടും ട്രൈ ചെയ്യുക, കിട്ടും എന്തായാലും. അതൊന്ന് ചുറ്റിച്ചാൽ മതി നിലത്ത് വെച്ചിട്ട്. നല്ല ക്ലിയർ പ്ലേസ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്കാനായി എന്നാണ്. അപ്പോൾ 1 സൈഡ് സ്കാനായി, ഇനി അടുത്ത സൈഡും കൂടി സ്കാൻ ചെയ്യണം. അപ്പോൾ ചിപ്പ് സ്കാനായി. അപ്പോൾ ഇനി നമ്മുടെ ഫേസാണ് സ്കാൻ ചെയ്യേണ്ടത്. ഫോൺ നേരെ പൊക്കി പിടിച്ച് നമ്മുടെ ഫേസ്, ഹെയറോ കാര്യങ്ങളൊന്നും വേണ്ട, നേരെ ഫേസ് മാത്രം മതി. അതൊന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവണവരെ അനക്കാതെ പിടിക്കുക ഫോൺ. അപ്പോൾ ഫേസ് സ്കാനിങ്ങും കംപ്ലീറ്റ് ആയി. അപ്പം ഇനി ഒരു ഫോട്ടോയാണ് വേണ്ടത്. ആ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിഴലോ കാര്യങ്ങളോ ഒന്നും വരാതെ നോക്കുക. പിന്നെ ക്ലിയർ ആയിട്ടുള്ള നല്ല ലൈറ്റുള്ള സ്ഥലത്ത് പോയി എടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഫോട്ടോയാണ് നമ്മുടെ ഈ അക്കൗണ്ടിൽ വന്ന് കിടക്കുക. BRPയിലൊക്കെ കാണുന്ന ഫോട്ടോ പോലെ ഈ ഫോട്ടോയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് സൈറ്റിൽ വന്ന് കിടക്കുക, ഈ വിസയിൽ വരിക. അപ്പോൾ ഇത് ഷെയ്ഡൊന്നും ഇല്ലാത്ത സ്ഥലത്ത് എടുക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കുന്ന ഇതൊന്നും കാണിച്ചില്ല, കാരണം 2-3 റീടേക്കും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാനായിട്ട് വരും. അതൊക്കെ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക. ഇത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇനി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ തന്നെയാണ്. ഈ ഫോൺ മാറ്റി വെച്ചിട്ട്, ഫോൺ മീൻസ് നമ്മുടെ ലാപ്ടോപ്പോ PC അതേതാണോ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇനി വീണ്ടും സൈനിങ് കൊടുക്കുക. ഞാൻ BRP വെച്ചിട്ടാണ് സൈനിങ് കൊടുത്തത്. അപ്പോൾ വീണ്ടും സൈനിങ് ചെയ്യുക. അതിപ്പോൾ സൈൻ ഇൻ ചെയ്യാനുള്ള ലിങ്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ മറ്റേ ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ കൊടുത്താലും നേരെ പൊക്കോളും. അപ്പോൾ OTPയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആദ്യം ചെയ്ത സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അപ്പം വീണ്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കൗണ്ട്. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം കൺഫേം യുവർ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് ഇവിടെ. അപ്പോൾ അത് ആ ഫോൺ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. UK-ലാണെന്നുണ്ടെങ്കിൽ UK-ലാന്ന് കൊടുക്കുക. അപ്പോൾ ഈ ജസ്റ്റ് ചെറിയ ഓരോരോ ആൻസേഴ്സും കാര്യങ്ങളുള്ളൂ. ഇത് സിമ്പിൾ സ്റ്റെപ്സാണ്. ഇനി അപ്പോൾ കോൺടാക്റ്റ് പ്രിഫറൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനി യൂസ് ചെയ്ത് ഇമെയിൽ ID കൊടുക്കുക. നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ ID ഏതാണോ അത് കൊടുക്കുക. ഫോൺ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ കൊടുത്ത ആൻസർ ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്തിട്ട് മാത്രം കണ്ടിന്യൂ കൊടുക്കുക. ഇതൊന്നും ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അക്കൗണ്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 3 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾക്ക് ഇത് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ അക്കൗണ്ട് നമ്മൾ ബ്ലോക്കായി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊരു 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, അത് ഓർത്തിരിക്കുക. അപ്പോൾ ആ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസും ആൻസറുമാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് വെരിഫൈ ചെയ്യുക. ഇതൊരു വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ഇൻ കേസ് യൂസ് ആയാലും യൂസ് ആവുമല്ലോ. ഇനി ഡിക്ലറേഷനാണ്. നമ്മൾ 18 ഇയേഴ്സ് കഴിഞ്ഞതാണോ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ കൺഫേം കൊടുക്കുക. അപ്പോൾ ഇനി സബ്മിഷനാണ്. ഇനി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ രാവിലെ സബ്മിറ്റ് ചെയ്ത് രാത്രി ആയപ്പോഴത്തേക്കും ഇ വിസ ശരിയായി. അപ്പോൾ അധികം ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇ വിസ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൽ വരും എപ്പോഴാണ് ഇ വിസ റെഡി ആവുന്നത്. അപ്പോൾ അറൗണ്ട് 6-7 ഹവറിനുള്ളിൽ നമുക്ക് ഇ വിസ റെഡി ആവും. അപ്പോൾ വീണ്ടും ലോഗിൻ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇ വിസ സൈറ്റിൽ കാണാൻ പറ്റും. അല്ലാതെ ഇത് PDF കാര്യങ്ങളായിട്ടൊന്നും അല്ല വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതും നമുക്ക് ഈ BRP മാറ്റി ഇ വിസ ആക്കുന്നതും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.